There are times when I'm afraid to say things I can't explain. 2 steps behind, I'm running. എനിക്ക് കുറെ നാളായിട്ട് അറിയാവുന്നതാണ്. ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ ഒരേ യൂണിവേഴ്സിറ്റി പഠിച്ചു. പക്ഷെ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ തമ്മിലൊരു വളരെ നല്ലൊരു പാർട്ട്ണർഷിപ്പ്, ഒരു ബോണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. She makes me a better man, a better friend with a better heart, a better man with better taste and a better life. നമ്മൾ രണ്ടുപേരും വായിച്ചിട്ടുള്ളത് വളരെയധികം അഡ്മയർ ചെയ്യുന്നൊരു ആളെ എഴുതിയിട്ടുണ്ട്, ലവ് ഇസ് ആൻ ആക്ഷൻ എന്ന്. അപ്പോൾ ഒരു രീതിയിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന് തന്നെ ഒരു സെൻട്രൽ ആയിട്ടൊരു ആസ്പെക്ട് അതായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം we were from the beginning thinking that we could work together towards making something special. It's the 21st century. There's no black or white, she sees, she's a unicorn. നമ്മുടെ ശക്തിയുടെ ഒരു രീതിയിൽ ഇതിന്റെ ഹ്യൂമർ സെൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമ്മൾ രണ്ടുപേരുടെ ചൈൽഡ്ഹുഡ് ഹീറോസ് ഒക്കെ പണ്ടത്തെ ബാലരമ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് I think our sense of humor kind of matches. Watch her go, she's brighter than the sun. Watch her go, the wind can't keep up with. കൂടെ ഉള്ളവരെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ നോക്കുന്ന ഒരാളാണ്. ഭയങ്കര അധികം അതിന് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ട് ആണ് നിൽക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ആരും കാണാത്ത ചില മുഖങ്ങൾ അച്ഛച്ചേട്ടനുണ്ട്, അത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് ഈ പറഞ്ഞ സാധനം, കുട്ടികളി. അച്ചു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എനർജി വൈസും ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഞാൻ അതേസമയം ഇങ്ങനെ കുറേ ഇമോഷണൽ റോളർ കോസ്റ്റേഴ്സ് അങ്ങനത്തെ ഒരു ടൈപ്പാവും. അപ്പോൾ അച്ഛൻ എപ്പോഴും നമ്മളിങ്ങനെ ആങ്കർ ചെയ്ത് നിർത്താൻ പറ്റും. അതിക്ക് ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള ഒരു ക്വാളിറ്റി. നല്ല റെസിലിയൻസ് ഉള്ള ആളെ, പെട്ടെന്ന് ബൗൺസ് ബാക്ക് ചെയ്യും. ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിജയബായി എന്നവരെ എൻ്റെ നിയമാനുസൃത ഭാര്യയായി സ്വീകരിക്കുന്നു. വിജയബായി ഞാൻ അച്യുത് എന്നവരെ എൻ്റെ നിയമാനുസൃത ഭർത്താവായി സ്വീകരിച്ചു. ഹലോ, എനിക്ക് തോന്നുന്നത് ചേട്ടനും ഭയങ്കര പേഷ്യൻസ് ഉള്ള മനുഷ്യനാണ്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര പേഷ്യൻസ് ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ചില സമയങ്ങളിൽ കുറേ നേരം ചേച്ചിയോട് സംസാരിച്ച് കഴിയുമ്പോൾ പേഷ്യൻസ് എനിക്ക് കൈവിട്ട് പോകാറുണ്ട്. ആ സ്റ്റേജ് കഴിഞ്ഞിട്ടും ചേട്ടൻ നിലനിൽക്കുന്നു, അതാണ് ചേട്ടൻ്റെ വിജയം എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ആഴ്സണൽ ഫാനാണല്ലോ, അപ്പോൾ എന്തായാലും നല്ല പേഷ്യൻസ് കാണും. प्यार दीवाना होता है, मस्ताना होता है, हर खुशी से हर गम से बेगाना होता है. प्यार दीवाना होता है, मस्ताना होता है, हर खुशी से हर गम से बेगाना होता है. അച്ഛനോടെ അടുത്ത് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് അച്ഛയുടെ ഈ മെച്യൂരിറ്റി, കൺസിസ്റ്റൻസി, പിന്നെ അച്ഛയുടെ ഫ്രണ്ട്സ് വരെ ഭയങ്കര വാക്ക് പറഞ്ഞ വാക്കായിരിക്കും, ലോയൽ, അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. हर खुशी से हर गम से बेगाना होता है.
यार दीवाना होता है, मस्ताना होता है, हर खुशी से हर गम से बेगाना होता है. കല്യാണം കേട്ട് എങ്ങനെയുണ്ട്? കുറച്ച് ഹാപ്പി അല്ലേ? ഒന്നും കൂടി എനിക്ക് സെറ്റ് ആവാൻ ആ കുറച്ചുകൂടി എനർജി തരൂ.